രചന നുസൈബ ഷമീർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന ഊഞ്ഞേരി. മുംബൈ ഒരു സ്വപ്നം പോലെ മനോഹരവും അതേസമയം ഒരു പേടി സ്വപ്നം പോലെ ഭീകരവുമായ നഗരം. ഇവിടെ ഓരോ സൂര്യോദയവും ലക്ഷക്കണക്കിന് പ്രതീക്ഷകളെ ഉണർത്തുന്നു. ഓരോ സൂര്യാസ്തമയവും അത്രയധികം സ്വപ്നങ്ങളെ കടലിലേക്ക് അയക്കുന്നു. ആകാശമുട്ട വളർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾക്ക് താഴെ ഇടുങ്ങിയ ചേരികളിൽ ജീവിതം പൊരുതുന്ന മനുഷ്യർ. ലോക്കൽ ട്രെയിനുകളുടെ ചൂളംവിളിയിൽ അലിഞ്ഞു ചേരുന്ന 1000 ഭാഷകൾ. ഇതെല്ലാമാണ് മുംബൈ. മാധവ് തന്റെ ടാക്സിയിൽ ജനൽച്ചില്ല് താഴ്ത്തി പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണയച്ചു. മുംബൈയിലെ തിരക്കിനിടയിലും ഒരുതരം താളമുണ്ട്. തിരമാലകൾ തീരത്തടങ്ങുന്നത് പോലെ മനുഷ്യർ ജീവിതത്തിലേക്ക് ഒഴുകിക്കയറുന്ന താളം. ദാദറിലെ ചുവന്ന സിഗ്നലിൽ ടാക്സി നിന്നു. വിയർപ്പിന്റെയും കടൽക്കാറ്റിന്റെയും പുകയുടെയും വില കൂടിയ പെർഫ്യൂമുകളുടെയും ഒരു വല്ലാത്ത ഗന്ധം അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു. ടാക്സി ഡ്രൈവർ പാണ്ഡ്യജി പഴയൊരു മുഹമ്മദ് റാഫി ഗാനം ഉറക്കെ വെച്ചു. മാധുവിന്റെ കയ്യിൽ കാലപ്പഴക്കത്താൽ മങ്ങിത്തുടങ്ങിയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമുണ്ടായിരുന്നു. 10 വർഷം മുമ്പുള്ള ചിത്രം. അതിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ പുഞ്ചിരിച്ചു നിൽക്കുന്ന നിത്യ. അന്ന് അവൾ പറഞ്ഞൊരു വാചകം മാധവ് ഓർത്തു. ഈ നഗരത്തിലെ ഓരോ മനുഷ്യനും ഓരോ തിരമാലയാണ് മാധവ്. ഓരോ തിരമാലയ്ക്കും ഓരോ കഥ പറയാനുണ്ടാവും. ആ തിരമാലകൾക്കിടയിൽ നിത്യ എന്ന തിരമാല എവിടെയാണെന്ന് മാധവ് അറിയുന്നില്ല. അവൻ വന്നൊരു ഫോട്ടോഗ്രാഫി അസൈൻമെന്റിനാണ്. പക്ഷേ മനസ്സ് തിരയുന്നത് മുംബൈയുടെ ഏതെങ്കിലും ഒരു കോണിൽ, ഒരുപക്ഷെ ബാന്ദ്രയിലെ ഒരു പഴയ കഫേയിലോ അതോ ചർച്ച് ഗേറ്റിലെ തിരക്കിലോ നിത്യ ഉണ്ടാവുമോ എന്നാണ്. പെട്ടെന്ന് മഴ ചാറാൻ തുടങ്ങി. മുംബൈയിലെ മഴയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അത് ചോദിക്കാതെ വരും. എല്ലാം നനച്ച് കുതിർക്കും. എന്നിട്ടൊരു നാടകം പോലെ മാഞ്ഞു പോകും. അന്ന് രാത്രി നിത്യാവനയച്ച അവസാന മെയിൽ മാധവ് ഓർത്തു. നമുക്ക് എന്തെങ്കിലും ഒരിക്കൽ കൂടി മുംബൈയിൽ കാണും. അന്ന് മഴ പെയ്യുന്നുണ്ടാവണം. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രണയത്തിന് തുടർച്ചയുണ്ടാവും. മാധവ് ജനാലയിലൂടെ പുറത്തിരുളിലേക്ക് നോക്കി. ദൂരെ മറൈൻ ഡ്രൈവിലെ വിളക്കുകൾ ഒരു മാലയിലെ മുത്തുകൾ പോലെ തിളങ്ങുന്നു. ആ തിളക്കത്തിന് പിന്നിൽ എത്രയോ പ്രണയങ്ങൾ പാതി വഴിയിൽ നിലച്ചു പോയിട്ടുണ്ടാവും. എത്രയോ പേർ ഇന്നും പരസ്പരം തിരയുന്നുണ്ടാവും. ടാക്സി പതുക്കി നീങ്ങി തുടങ്ങി. നഗരത്തിന്റെ ഹൃദയമിടിപ്പവൻ തൊട്ടറിഞ്ഞു. ഇത് വെറുമൊരു യാത്രയല്ല. പാതി വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ട തന്റെ പ്രാണനെ തേടിയുള്ള അലച്ചിലാണ്. മുംബൈയിലെ പ്രഭാതം തുടങ്ങുന്നത് ലോക്കൽ ട്രെയിനുകളുടെ ചക്രങ്ങൾ പാളത്തിലുരസുന്ന ശബ്ദത്തോടെയാണ്. കൊളാബയിലെ ഒരു ചെറിയ പഴയ ഹോട്ടലായിരുന്നു മാധവിന്റെ താമസം. ജനാല തുറന്നാൽ കാണാവുന്ന പഴയ ബ്രിട്ടീഷ് കെട്ടിടങ്ങളും അവയ്ക്കിടയിലൂടെ നൂഴ്ന്നു വരുന്ന കടൽക്കാറ്റുമാണ്. തലേ ദിവസത്തെ മഴയുടെ നനവ് റോഡുകളിൽ ബാക്കിയുണ്ട്. മാധവ് തന്റെ ക്യാമറയുമായി താഴെ തെരുവിലേക്ക് ഇറങ്ങി. ലക്ഷ്യം ലിയോപോൾഡ് കഫേ, അല്ലെങ്കിൽ അതിനടുത്ത് ഏതെങ്കിലും ഒരു പഴയ ഇടങ്ങളാണ്. നടന്ന് നീങ്ങുന്നതിനിടയിൽ അവനൊരു ചെറിയ ചായക്കടക്ക് മുമ്പിൽ നിന്നു. അവിടെ മുംബൈയുടെ സ്വന്തം കട്ടിംഗ് ചായ കുടിക്കുന്നവരുടെ തിരക്ക്. ചായക്ക് ഓർഡർ നൽകി നിൽക്കുമ്പോൾ അടുത്തിരുന്ന ഒരാളുടെ സംഭാഷണം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ബയ്യർ, ആ പഴയ ബുക്ക് സ്റ്റാളിന്റെ അഡ്രസ്സ് ഒന്ന് പറഞ്ഞു തരൂ. അവിടെ പുതിയൊരു പെൺകുട്ടി വന്നിട്ടുണ്ടല്ലോ, പഴയ കവിതകളൊക്കെ ശേഖരിക്കുന്ന ഒരാൾ. ആ വാക്കുകൾ മാധവിന്റെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പോലെ പാഞ്ഞുപോയി. കവിതകൾ. നിത്യക കവിതകൾ ജീവനായിരുന്നു. കോളേജ് കാലത്ത് അവളുടെ ഡയറിയിൽ പകർത്തി വെച്ചിരുന്ന വരികളെല്ലാം മാധവിന് കാണാപാഠമാണ്. ഏത് ബുക്ക് സ്റ്റാള്? മാധവ് ആകാംക്ഷയോട് അവരോട് ചോദിച്ചു. അത് ഫോർട്ട് ഏരിയയിലെ ആ പഴയ ലൈബ്രറിയുടെ അടുത്തുള്ള ഷോപ്പ്. പേര് ദി ഓൾഡ് ലാമ്പ്. അവിടെ കുറെ കാലമായിട്ട് ആരും വരാറില്ലായിരുന്നു. പക്ഷേ ഈ അടുത്തായിട്ട് ഒരു മലയാളി പെൺകുട്ടി അവിടെ വരാറുണ്ടെന്ന് കേട്ടു. മാധവിന്റെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. ഒരുപക്ഷെ അവളായിരിക്കുമോ? മുംബൈയുടെ ഈ വലിയ കടലിൽ അവൾ എവിടെയെങ്കിലും ഒരു തുരുത്ത് കണ്ടെത്തിയിട്ടുണ്ടാവുമോ? അവൻ ചായ കുടിച്ചേർക്കാതെ തന്നെ ഒരു ടാക്സി കൈ കാണിച്ചു. ഫോർട്ട് ഏരിയ, ജൽദി. ടാക്സി നീങ്ങുമ്പോൾ മാധവ് തന്റെ ക്യാമറ ലെൻസിലൂടെ പുറത്തെ കാഴ്ചകളെ നോക്കി. വിക്ടോറിയ ടെർമിനസ്. കെട്ടിടത്തിന്റെ ഗാംഭീര്യം അവനൊന്ന് ഭയപ്പെടുത്തിയെങ്കിലും പ്രതീക്ഷയുടെ ഒരു നേർത്ത നൂലിഴ അവനെ മുന്നോട്ട് നയിച്ചു. 10 വർഷം മുമ്പ് നഷ്ടപ്പെട്ട ഒരു പ്രണയത്തിന്റെ ബാക്കിപത്രം ആ പഴയ പുസ്തകക്കടയിൽ അവനെ കാത്തിരിക്കുന്നുണ്ടാവുമെന്ന പ്രതീക്ഷയോടെ. നഗരത്തിന്റെ തിരക്ക് കൂടിക്കൂടി വന്നു. ട്രാഫിക്കിൽ കുരുങ്ങിക്കിടക്കുമ്പോൾ മാധവ് ആലോചിച്ചു, ഒരുപക്ഷെ അവൾ ഇവിടെ ഇല്ലെങ്കിലോ? പക്ഷേ നിത്യയെ കണ്ടെത്തുക എന്നതിനേക്കാൾ വലിയൊരു ലക്ഷ്യം ഇപ്പോൾ തന്റെ ജീവിതത്തിലില്ല. ടാക്സി ഫോർട്ട് ഏരിയയിൽ ഇടുങ്ങിയ വീഥികളിലേക്ക് തിരിഞ്ഞു. അവിടെ പുരാതനമായ കെട്ടിടങ്ങൾക്കിടയിൽ വെയിൽ തട്ടാത്ത ഒരു മൂലയിൽ ദി ഓൾഡ് ലാമ്പ് എന്ന ബോർഡ് അവൻ കണ്ടു. ദി ഓൾഡ് ലാമ്പ്. ആ പഴയ പുസ്തകക്കടക്ക് മുന്നിൽ നിൽക്കുമ്പോൾ മാധവിന്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. തുരുമ്പിച്ച അക്ഷരങ്ങൾ. പണ്ടെന്നോ ആരെങ്കിലും കത്തിച്ചു വെച്ച വിളക്കിന്റെ ചിത്രം ആ ബോർഡിൽ മങ്ങിക്കിടന്നു. പുറത്ത് മുംബൈയുടെ ഭീകരമായ തിരക്ക് മുഴങ്ങുന്നുണ്ടെങ്കിലും ആ കടക്കുള്ളിൽ ഒരു ശ്മശാനത്തിന്റെ നിശബ്ദതയായിരുന്നു. അവനകത്തേക്ക് കയറി. പഴയ പുസ്തകങ്ങളുടെയും ചിതലുകളുടെയും ഒരു മണം അവനെതിരേറ്റു. എക്സ്ക്യൂസ് മീ, മാധവ് പതുക്കെ വിളിച്ചു. അടുക്കി വെച്ചിരിക്കുന്ന പുസ്തകക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് ഒരു വൃദ്ധൻ തല ഉയർത്തി നോക്കി. എന്താ വേണ്ടത്? ഇവിടെ പുതുതായിട്ടൊരു മലയാളി പെൺകുട്ടി വരാറുണ്ടെന്ന് കേട്ടു. കവിതകളൊക്കെ തിരഞ്ഞ്. മാധവിന്റെ ശബ്ദമിടറി. ആ വൃദ്ധൻ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പതുക്കെ പറഞ്ഞു, ആ കുട്ടി അവളിവിടെ വരാറുണ്ട്. പക്ഷെ ഇന്ന് വന്നില്ല. അവളുടെ കയ്യിൽ പകുതി എഴുതി നിർത്തിയൊരു ഡയറിയുണ്ട്. അത് പൂർത്തിയാക്കാൻ പറ്റിയ വരികൾ ഈ പുസ്തകങ്ങൾ ഉണ്ടോ എന്ന് അവൾ നോക്കാറുണ്ട്. മാധവ് ഒരു നിമിഷം തളർന്നുപോയി. പകുതി എഴുതിയ ഡയറി
താൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ പ്രണയത്തിന്റെ വരികൾ അവൾ ഇന്നും തിരയുകയാണോ? അവളെപ്പോഴാ വരുമെന്നറിയോ? അറിയില്ല മോനെ. മുംബൈയിൽ ആരെപ്പോ വരുന്നോ പോകുമെന്നോ ആർക്കും പറയാൻ കഴിയില്ല. ചിലപ്പോൾ നാളെ വരും, ചിലപ്പോൾ ഇനി ഒരിക്കലും വരില്ല. മാധവ് നിരാശയോടെ പുറത്തേക്ക് ഇറങ്ങി. വെയിൽ അസ്തമിച്ച് തുടങ്ങിയിരിക്കുന്നു. ആകാശത്തെ ചുവപ്പ് ഉടരുന്ന കണ്ടപ്പോൾ അവന് തന്റെ ജീവിതം പോലെ തോന്നി. എവിടെയോ പുകയുന്ന ഒരു ചുവപ്പ്. അവൻ മറൈൻ ഡ്രൈവിലേക്ക് നടന്നു. കടൽ പ്രക്ഷുബ്ധമായിരിക്കുന്നു. തിരമാലകൾ കരയിലേക്ക് ആഞ്ഞടിക്കുന്നു. മാധവ് കടൽ ഭിത്തിയിലിരുന്നു. ചുറ്റും പ്രണയിക്കുന്നവർ, ഐസ്ക്രീം നിണയുന്ന കുട്ടികൾ, ചിരിക്കുന്ന മനുഷ്യർ. പക്ഷെ ആ കോടിക്കണക്കിന് മനുഷ്യർക്കിടയിൽ മാധവ് തികച്ചു ഒറ്റക്കായിരുന്നു. മനസ്സിനുള്ളിൽ ഒരു സംഘർഷം പുകഞ്ഞുയർന്നു. നിത്യ, നീ എവിടെയാ? നീ നഗരത്തിലുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ ഒരേ ശ്വാസം പങ്കിടുന്നുണ്ടായിട്ടും എന്തുകൊണ്ടാണ് നിന്നെ ഒന്ന് കാണാൻ എനിക്ക് കഴിയാത്തത്? അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ക്യാമറ എടുത്ത് ദൂരേക്ക് നോക്കിയപ്പോൾ ലെൻസിനുള്ളിലെല്ലാം മങ്ങി കാണപ്പെട്ടു. കാഴ്ചകളല്ല, അവന്റെ കാത്തിരിപ്പാണ് മങ്ങുന്നത്. 10 വർഷം മുമ്പ് അവളെ തനിച്ചാക്കി പോയ തന്റെ ഭീരുത്വത്തെ അവൻ ശപിച്ചു. ഓരോ ദിവസവും ഓരോ നിമിഷവും അവളില്ലാത്ത ഈ ലോകത്ത് താൻ വെറും ഒരു ശവശരീരം പോലെ ജീവിക്കുകയായിരുന്നു എന്ന് അവന് തോന്നി. പെട്ടെന്ന് ദൂരെ തിരക്കിനിടയിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു ചുരിദാർ ധരിച്ച് നടന്നു പോകുന്ന രൂപം അവൻ കണ്ടു. ആ നടത്തം, ആ മുടിയിഴകൾ. നിത്യ! അവൻ ഉറക്കെ വിളിച്ചു. അവൻ തിരക്കിനിടയിലൂടെ ഓടി. മനുഷ്യരെ തട്ടിമാറ്റി മാപ്പപേക്ഷിച്ചുകൊണ്ട് അവൻ അവിടെ പിന്നാലെ പാഞ്ഞു. ഹൃദയം തൊണ്ടയിൽ വന്ന് നിൽക്കുന്നു. പക്ഷെ ആ രൂപ ഒരു ടാക്സിക്കുള്ളിലേക്ക് കയറി മറഞ്ഞു. ടാക്സി നീങ്ങി തുടങ്ങി. മാധവ് പിന്നാലെ ഓടി. പക്ഷേ നഗരത്തിലെ ട്രാഫിക് അവനെ തടഞ്ഞു. അവൻ നടുറോട്ടിൽ കിതച്ചുകൊണ്ട് നിന്നു. കണ്ണീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി. നഗരം അവനെ നോക്കി പരിഹസിക്കുന്ന പോലെ തോന്നി. അവൾ അരികിലുണ്ടായിട്ടും തൊടാൻ കഴിയാത്ത ദൂരം. നടുറോട്ടിൽ കിതച്ച് നിൽക്കുന്ന മാധവിനെ നോക്കി മുംബൈ നഗരം അതിന്റെ പതിവ് തിരക്കുകളുമായി പാഞ്ഞുപോയി. ആ ടാക്സി ദൂരേക്ക് മറയുന്നു നോക്കി അവൻ തളർന്നിരുന്നു. മുട്ടുകുത്തി ആ ടാറിട്ട റോഡിലിരിക്കുമ്പോൾ ചുറ്റുമുള്ള ഹോൺ മുഴക്കങ്ങളോ ആളുടെ ശകാരമോ അവൻ കേട്ടില്ല. അവന്റെ കൺമുമ്പിൽ നിന്ന് അവൾ മാഞ്ഞു പോയിരിക്കുന്നു, ഒരു നിഴൽ പോലെ. അവൻ പതുക്കെ എഴുന്നേറ്റ് തന്റെ ലോഡ്ജ് മുറിയിലേക്ക് നടന്നു. മുറിയിലെ ഇരുട്ടിൽ ഫാനിന്റെ കറങ്ങുന്ന ശബ്ദം മാത്രം കേൾക്കാം. അവൻ കട്ടിലിൽ തളർന്നിരുന്നു. 10 വർഷം മുമ്പ് അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന ആ രാത്രി മാധവിന്റെ ഉള്ളിൽ ഒരു തീയായി പടർന്നു. മാധവ്, എന്നെ ഇട്ടിട്ട് പോവരുത്, എനിക്ക് നീയില്ലാതെ പറ്റില്ല എന്ന് കരഞ്ഞു പറഞ്ഞ് നിത്യയെന്ന് സമാധാനിപ്പിക്കാൻ പോലും നിൽക്കാതെ തന്റെ കരിയർ മാത്രം നോക്കി ഓടിയവനാണ് താൻ. ഇന്ന് ആ ശാപമാണ് തന്നെ വേട്ടയാടുന്നത്. അവൻ തന്റെ ബാഗിൽ നിന്ന് ആ പഴയ ഡയറി എടുത്തു. അതിലവൾ പണ്ട് എഴുതിയൊരു കുറിപ്പുണ്ടായിരുന്നു. നീ എന്നെ മറന്നാലും ഈ നഗരത്തിലെ മഴക്കിന്റെ മണമായിരിക്കും. നീ നനയുന്ന ഓരോ തുള്ളിയും എന്റെ കണ്ണുനീരായിരിക്കും. പെട്ടെന്ന് പുറത്തൊരു വലിയ ഇടിയോടെ മഴ പെയ്യാൻ തുടങ്ങി. മാധവ് വിറക്കുന്ന കൈകളോടെ ജനാലക്കൽ പോയി നിന്നു. ആ മഴയ്ക്കത് വിങ്ങുന്ന പ്രണയത്തിന്റെ മണമായിരുന്നു. അവൻ ജനൽ തുറന്നിട്ടു. തണുത്ത മഴത്തുള്ളികൾ അവന്റെ മുഖത്തടിച്ചു. അത് മഴയായിരുന്നില്ല, നിത്യയുടെ കണ്ണുനീരാണെന്ന് അവന് തോന്നി. അവൻ പൊട്ടിക്കരഞ്ഞുപോയി. പക്വത വന്ന ഒരു പുരുഷന്റെ കരച്ചിലല്ല അത്, മറിച്ച് പ്രിയപ്പെട്ട എന്തോ നഷ്ടപ്പെട്ട ഒരു കൊച്ചുകുട്ടിയുടെ നിലവിളിയായിരുന്നു അത്. നിത്യ മോളെ, ഐ ആം സോറി, ഐ ആം റിയലി സോറി. അവൻ മഴയിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവന്റെ ശബ്ദ ഇരമ്പലിൽ അലിഞ്ഞുപോയി. തന്റെ ക്യാമറയിൽ അവൾ കയറിപ്പോയ ടാക്സിയുടെ ഒരു അവ്യക്തമായ ചിത്രം പോലുമില്ലെന്ന് കണ്ടപ്പോൾ അവൻ ക്യാമറ തറയിലേക്ക് വലിച്ചെറിയാൻ ഓങ്ങി. പക്ഷേ പിന്നെ ആ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിതുമ്പി. കാരണം അവൾക്കറിയാ വണ്ടി പോയ വഴിയെങ്കിലും ആ ലെൻസുകൾ കണ്ടുവല്ലോ. ആ രാത്രി മാധവ് ഉറങ്ങിയില്ല. തണുത്ത തറയിൽ കിടന്ന് അവൻ ഓർത്തു, ഈ വലിയ നഗരത്തിൽ അവൾ ഒറ്റക്കാണോ, അതോ മറ്റാരുടെയെങ്കിലും തണലിലാണോ? താൻ വൈകിപ്പോയോ? ഓരോ ചിന്തയും അവന്റെ ഹൃദയത്തിൽ ഓരോ ആണിയായി തറച്ചു കയറി. നേരം വെളുക്കുമ്പോൾ മാധവിന്റെ കണ്ണുകൾ ചുവന്ന് വീർത്തിരുന്നു. പരാജയപ്പെട്ട ഒരു കാമുകനായല്ല, മറിച്ച് തന്റെ പാതിയെ കണ്ടെത്താൻ ഇറങ്ങി തിരിച്ച ഒരു ഭ്രാന്തനായി അവൻ കണ്ണാടിയിൽ തന്റെ രൂപം കണ്ടു. അടുത്ത കുറച്ച് ദിവസങ്ങൾ മാധവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭ്രാന്തമായ അലച്ചിലായിരുന്നു. ഉറക്കമില്ലാത്ത കണ്ണുകളും താടി വളർന്ന മുഖവുമായി അവൻ മുംബൈയുടെ ഓരോ മുക്കിലും മൂലയിലും അലഞ്ഞു. ആ പഴയ ടാക്സിയും ആ മഞ്ഞ ചുരിദാറിനെയും വീണ്ടും അവന്റെ കണ്ണിൽ പെടുമെന്ന പ്രതീക്ഷയോടെ ടാക്സി സ്റ്റാൻഡുകൾ തോറും അവൻ കയറിയിറങ്ങി. ഓരോ ഡ്രൈവറോടും അവൻ ആ ചിത്രം കാണിച്ചു. പക്ഷെ എല്ലാവരും ഒരേ മറുപടിയാണ് നൽകിയത്. ഭയ്യ, ഈ നഗരത്തിൽ ഒരു ദിവസം ആയിരക്കണക്കിന് ടാക്സികൾ ഓടുന്നുണ്ട്. അതിലൊരാളെ തിരയുന്നത് കടലിൽ വീണ സൂചി തിരയുന്ന പോലെയാ. കടലിൽ വീണ സൂചി. മാധവ് കടൽ ഭിത്തിയിൽ തളർന്നിരുന്നു. വെയിൽ അവന്റെ തൊലി പൊള്ളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഉള്ളിലെ വിരഹത്തിന്റെ തീ അത്രമേൽ വലുതായതുകൊണ്ട് പുറത്തെ ചൂട് അവൻ അറിഞ്ഞില്ല. പെട്ടെന്ന് അവനൊരു ബുദ്ധി തോന്നി. അവനടുത്തുള്ള ഒരു സൈബർ കഫേയിൽ കയറി. 10 വർഷം മുമ്പ് അവർ ഉപയോഗിച്ചിരുന്ന ആ പഴയ ബ്ലോഗ് പേജ് അവൻ തിരഞ്ഞു. പ്രണയിച്ചിരുന്ന കാലത്ത് അവർ രഹസ്യമായ വരികൾ കുറിച്ചിരുന്ന ഒരിടം. കാലം ഒരുപാട് മാറിയിരിക്കുന്നു. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം വന്ന ഈ കാലത്ത് ആ പഴയ ബ്ലോഗ് ആരെങ്കിലും ഓർക്കുന്നുണ്ടാകുമോ? വിറക്കുന്ന വിരലുകളോടെ അവൻ യൂസർ നെയിം ടൈപ്പ് ചെയ്തു. അവർ ഹാഫ് റിട്ടേൺ സ്റ്റോറി. പേജിൽ ഓടാവനെടുത്ത ഓരോ സെക്കൻഡും അവന്റെ ഹൃദയമിടിപ്പ് നിലക്കുന്ന പോലെ തോന്നി. സ്ക്രീനിൽ തെളിഞ്ഞു. അവസാനത്തെ പോസ്റ്റ് 10 വർഷം മുമ്പത്തേതായിരുന്നു.
മാധവ് നിരാശയോടെ ലോഗൌട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആ പേജിന്റെ വിസിറ്റേഴ്സ് കൗണ്ട് ഇന്നലത്തെ ഡേറ്റിലൊന്ന് കൂടിയിരിക്കുന്നു. അവൻ ഞെട്ടിപ്പോയി. കഴിഞ്ഞ 10 വർഷമായി ആരും തുറക്കാത്ത ആ പേജ് ഇന്നലെ ആരോ കണ്ടിരിക്കുന്നു. നിത്യ, അത് അവളായിരിക്കുമോ? അവൻ സ്വയം ചോദിച്ചു. അവൻ ആ പേജിൽ പുതിയൊരു വരി കുറിച്ചു. ഞാൻ മുംബൈയിലുണ്ട്, നിന്റെ നഗരത്തിൽ. പാതി വഴിയിൽ ഇട്ടേച്ചു പോയ വരികൾ പൂർത്തിയാക്കാൻ എനിക്ക് നിന്നെ കാണണം. മറൈൻ ഡ്രൈവിലെ ആ പഴയ വിളക്കുമരത്തിന് ചോട്ടിൽ ഞാൻ നിന്നെ കാത്തിരിക്കും. അടുത്ത 3 ദിവസങ്ങൾ മാധവ് മറൈൻ ഡ്രൈവിൽ ആ പ്രത്യേക വിളക്കുമരത്തിന് താഴെ ചിലവഴിച്ചു. രാവിലെ മുതൽ വൈകുന്നവരെ അവൻ അവിടെ ഇരുന്നു. ഇടക്ക് മഴ പെയ്യും, അപ്പോൾ അവൻ നനയും. വെയിൽ വരുമ്പോൾ അവൻ ഒരുക്കും. കടന്നുപോകുന്ന ഓരോ സ്ത്രീ രൂപത്തിൽ അവൻ നിത്യയെ തിരഞ്ഞു. തിരക്ക് കൂടുന്തോറും അവന്റെ ശ്വാസം മുട്ടി. ചിലർ അവനൊരു ഭിക്ഷക്കാരനെ പോലെ നോക്കി നടന്നുപോയി. മറ്റു ചിലർ അവന്റെ ക്യാമറ കണ്ട ഒരു ഫോട്ടോഗ്രാഫറാണെന്ന് കരുതി ചിത്രമെടുക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ മാധവ് കല്ലുപോലെ അവിടെ തന്നെ ഇരുന്നു. 4-ാം ദിവസം രാത്രി 12 മണിയായി. നഗരത്തിന്റെ വെളിച്ചങ്ങൾ പതുക്കെ അണഞ്ഞു തുടങ്ങി. കാവൽക്കാർ അവനോട് അവിടുന്ന് പോവാൻ പറഞ്ഞു. ഇന്നും അവൾ വന്നില്ല. മാധവ് ഇതുമ്പലോടെ ഓർത്തു. അവൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ ആ വിളക്കുമരത്തിൽ ഒട്ടിച്ചു വെച്ചിരുന്ന ഒരു ചെറിയ കടലാസ് കഷ്ണം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കാറ്റിൽ പറക്കാൻ നിൽക്കുന്ന ആ കടലാസിൽ പരിചിതമായ ഒരു കൈപ്പടയുണ്ടായിരുന്നു. മാധവ് ഓടിച്ചെന്നത് കയ്യിലെടുത്തു. അതിൽ ഒരൊറ്റ വരി മാത്രം എഴുതിയിരുന്നു. നമ്മുടെ കഥ മുംബൈക്ക് വേണ്ട, അത് കാലത്തിന് വിട്ടുകൊടുക്കൂ മാധവ്. അവൻ ആ കടലാസ് നെഞ്ചോട് ചേർത്ത് വെച്ച് നിലവിളിച്ചു. നിത്യ, നീ ഇവിടെ വന്നിരുന്നല്ലേ? ഞാനിവിടെ കാത്തിരുന്നിട്ടും നീ എൻ്റെ മുമ്പിൽ വന്നില്ല. അവൾ തന്നെ കാണുന്നുണ്ട്, പക്ഷെ താൻ അവളെ കാണുന്നില്ല. ഈ നഗരം തന്നോട് ക്രൂരത കാണിക്കുകയാണ്. കയ്യിലിരുന്ന ആ കടലാസ് കഷ്ണം മഴയിൽ കുതിർന്ന് അക്ഷരങ്ങൾ മങ്ങാൻ തുടങ്ങി. മാധവ് ആ കടലാസ് തിന്നാൻ ആഗ്രഹിക്കുന്ന പോലെ മുഖത്തോട് അടുപ്പിച്ചു. അവളുടെ ഗന്ധം അതിലുണ്ടോ എന്ന് അവൻ ആർത്തിയോടെ തിരഞ്ഞു. പക്ഷെ അവശേഷിച്ചത് മഴവെള്ളത്തിന്റെ ചുവപ്പും അവന്റെ കണ്ണീരിന്റെ ഉപ്പും മാത്രമായിരുന്നു. മുംബൈയുടെ ഹൃദയമാണ് ഛത്രപതി ശിവാജി ടെർമിനൽ. ആയിരക്കണക്കിന് മനുഷ്യർ ഒരേ സമയം ഇരച്ചു കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ആ വലിയ കെട്ടിടം. അവിടെ നിൽക്കുമ്പോൾ താനൊരു വെറും മണൽത്തരിയാണെന്ന് മാധവിന് തോന്നി. ആ വിളക്കുമരത്തിൽ കണ്ട വരികൾ അവന്റെ ഉറക്കം കെടുത്തിയിരുന്നു. നമ്മുടെ കഥ മുംബൈക്ക് വേണ്ട. വേണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് വേണം. അവൻ പതുക്കെ മന്ത്രിച്ചു. അവൻ റെയിൽവേ സ്റ്റേഷനിൽ അനൗൺസ്മെന്റ് കേട്ടു. ലോക്കൽ ട്രെയിനുകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു. മാധവ് പ്ലാറ്റ്ഫോമിലെ തിരക്കിനിടയിൽ തന്റെ ക്യാമറയുമായി നിന്നു. ഓരോ ട്രെയിൻ വരുമ്പോഴും അവൻ തന്റെ കണ്ണുകൾ ആൾക്കൂട്ടത്തിലേക്ക് പായിച്ചു. ചിലപ്പോൾ അവന് തോന്നും ഓരോ ട്രെയിനും കൊണ്ടുപോകുന്നത് 1000 പ്രണയകഥകളെയാണെന്ന്. അവൾ ഇതിലേതെങ്കിലും ഒരു കമ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നുണ്ടാകുമോ? പെട്ടെന്ന് പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്ക് വന്നൊരു ട്രെയിനിന്റെ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ജനാലക്കൽ തലയായിച്ചിരിക്കുന്ന ഒരു മുഖം അവൻ കണ്ടു. നിത്യ? അതെ, അത് അവൾ തന്നെയായിരുന്നു. താൻ പണ്ടെടുത്ത ഫോട്ടോയിൽ അതേ ഭാവം. അവളുടെ കണ്ണുകളിൽ നോക്കാൻ വയ്യാത്തത്ര സങ്കടമുണ്ടായിരുന്നു. നിത്യ! നിത്യ! മാധവ് ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി ഓടി. ട്രെയിൻ നീങ്ങി തുടങ്ങിയിരുന്നു. അവൻ കമ്പാർട്ട്മെന്റിനൊപ്പം ഓടി. നിത്യ, ഒന്ന് നിക്ക്! നിത്യ! അവൾ കേട്ടു. അവൾ തലതിരിച്ച് നോക്കി. മാധവിനെ കണ്ടത് അവളുടെ കണ്ണുകൾ വിടർന്നു. പക്ഷെ ആ കണ്ണുകളിൽ സന്തോഷമല്ല, ഒരുതരം പരിഭ്രാന്തിയായിരുന്നു. അവൾ ജനാലയിൽ നിന്ന് പിൻവാങ്ങി. നിത്യ, എന്തിനാ നിത്യ നീ എന്നിൽ നിന്ന് ഓടി ഒളിക്കുന്നത്? മാധവ് കിതച്ചുകൊണ്ട് വിളിച്ചു ചോദിച്ചു. ട്രെയിൻ വേഗത കൂട്ടി. മാധവ് പ്ലാറ്റ്ഫോമിന്റെ അറ്റം വരെ ഓടി. ഒടുവിൽ ട്രെയിൻ ഇരുളിലേക്ക് മറഞ്ഞു. അവൻ പ്ലാറ്റ്ഫോമിലെ സിമെന്റ് തറയിൽ തളർന്നിരുന്നു. ആളുകൾ അവൻ അത്ഭുതത്തോടെയും പുച്ഛത്തോടെയും നോക്കി കടന്നുപോയി. അവൻ തന്നെ ക്യാമറ നോക്കി ഓടുന്നതിനിടയിൽ അവനെടുത്ത ചിത്രം മങ്ങിയതായിരുന്നു. വെറും ഒരു നിഴൽ മാത്രം. അവൾ തന്റെ തൊട്ടടുത്ത് വന്നിട്ടും പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ അവനെ നെഞ്ചു പൊട്ടി. അവൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. ചുറ്റുമൊഴുകുന്ന ആൾക്കൂട്ട ഒരു ശവഘോഷയാത്ര പോലെ അവന് തോന്നി. തന്റെ പ്രണയത്തിന്റെ ശവഘോഷയാത്ര. അവൻ നിലവിളിച്ചുകൊണ്ട് തന്റെ ബാഗ് തറയിലേക്ക് അടിച്ചു. ക്യാമറയുടെ ലെൻസ് ചിന്നിച്ചിതറി. എന്തിനാണ് എനിക്ക് ഇനി ഈ കാഴ്ചകൾ? എനിക്ക് വേണ്ടത് അവളെ മാത്രമാ. അന്നത്തെ മഴയിൽ നനഞ്ഞു കുതിർന്ന് അവൻ സ്റ്റേഷന്റെ പുറത്ത് കിടത്തണ്ണയിൽ കിടന്നു. അവന്റെ വസ്ത്രങ്ങൾ അഴുക്ക് പിടിച്ചിരുന്നു. വിശപ്പും ദാഹവും അവൻ മറന്നു. ഒരു ഭ്രാന്തനെ പോലെ അവൻ തന്റെ കയ്യിലിരുന്ന് ആ മങ്ങിയ ചിത്രത്തിലേക്ക് നോക്കി ചിരിക്കുകയും കരയുകയും ചെയ്തുകൊണ്ടിരുന്നു. രാത്രിയുടെ 2ാം യാമത്തിൽ തണുത്ത കാറ്റിൽ അവൻ വിറക്കുമ്പോൾ ഒരു കൈ അവന്റെ തോളിൽ തൊട്ടു. സാബ്, എന്താ ഇവിടെ കിടക്കുന്നത്? മാധവ് തലയുയർത്തി നോക്കി. അതൊരു യാചകനായിരുന്നു. അയാളുടെ കയ്യിൽ ഒരു പകുതി കത്തിയ സിഗരറ്റ് ഉണ്ടായിരുന്നു. അവള് പോയി. അവള് എന്നെ കണ്ടിട്ട് അവള് പോയി. മാധവ് ഇതുമ്പലോടെ പറഞ്ഞു. യാചകനൊന്ന് ചിരിച്ചു. സാബ്, ഈ നഗരത്തിലെല്ലാവരും ആരുടെയൊക്കെയോ പിന്നാലെ ഓടുകയാ. പക്ഷെ ആരും ആരെയും പിടിക്കാറില്ല. ഇവിടെ നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടണമെങ്കിൽ നിങ്ങൾ തിരയുന്ന നിർത്തണം. അപ്പം അത് നിങ്ങളെ തിരഞ്ഞു വരും. മാധവ് ആ വാചകത്തെക്കുറിച്ച് ചിന്തിച്ചു. തിരയുന്ന നിർത്തണം. തന്റെ ശ്വാസം നിർത്തുന്ന പോലെയാണല്ലോ അത്. പക്ഷെ അവന്റെ ഉള്ളിലെ വിങ്ങലിപ്പോൾ ഒരു ഭാരമായി മാറിയിരുന്നു. താങ്ങാൻ കഴിയാത്ത ഭാരം. അടുത്ത ഏതാനും ദിവസങ്ങൾ മാധവ് ഒരു ജീവോത്സവം പോലെയായിരുന്നു.
CST സ്റ്റേഷനിലെ ആ കാഴ്ച അവനെ തളർത്തിക്കളഞ്ഞു. തന്നെ കണ്ടിട്ടും കണ്ടില്ലെന്ന് അടിച്ചുപോയ നിത്യയുടെ കണ്ണുകൾ അതിൽ പ്രണയമായിരുന്നോ അതോ വെറുപ്പായിരുന്നോ? അവൻ മുംബൈയിലെ തിരക്കേറിയ തെരുവുകളിലൂടെ ലക്ഷ്യമില്ലാതെ നടന്നു. അവന്റെ താടി വളർന്നു, വസ്ത്രങ്ങൾ മുഷിഞ്ഞു, കൈവശമുണ്ടായിരുന്ന പണം തീർന്നു തുടങ്ങിയിരുന്നു. പക്ഷേ അതൊന്നും അവൻ അറിഞ്ഞിരുന്നില്ല. അവന്റെ ഉള്ളിലെ വിശപ്പ് നിത്യയെ കാണുക എന്നത് മാത്രമായിരുന്നു. നടന്ന് അവനെത്തിയത് മുംബൈയുടെ മറ്റൊരു മുഖത്തായിരുന്നു, കാമാത്തിപുര. ചായം പൂശിയ ചുമരുകൾക്ക് പിന്നിൽ തേങ്ങലുകൾ ഒളിപ്പിച്ചു വെച്ച തെരുവ്. അവിടെ ചുവന്ന വെളിച്ചത്തിൽ ജീവിതം വിൽക്കുന്ന സ്ത്രീകളുടെ ഇടയിലൂടെ അവൻ നടന്നു. ചിലർ അവനെ വിളിച്ചു, ചിലർ പരിഹസിച്ചു. എന്താടാ ചക്കരെ, ആരെയാ തെരയുന്നേ? ഒരു സ്ത്രീ അവന്റെ തോളിൽ കൈവച്ച് ചോദിച്ചു. മാധവ് വിറക്കുന്ന കൈകളോടെ നിത്യയുടെ ആ പഴയ ഫോട്ടോ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇവളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അവരാ ചിത്രം വാങ്ങി നോക്കി. അവരുടെ മൊത്തം പരിഹാസം പതുക്കെ മാറി. ഇത് നിന്റെ ആരാ? എന്റെ ജീവനാ. മാധവിന്റെ ശബ്ദമിടറി. അവരൊന്ന് ദീർഘമായി നിശ്വസിച്ചു. ഇവിടെ തിരയേണ്ട മോനെ, ഈ നഗരത്തിൽ 2 തരം മനുഷ്യരുണ്ട്. 1 ജീവിതം ജീവിക്കാൻ വേണ്ടി ഓടുന്നവർ, 2 ആരുടെയൊക്കെ ഓർമ്മകളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നവർ. നിന്റെ ഈ പെണ്ണ് 2ാമത്തെ കൂട്ടത്തിലാ. അവള് നീ ഈ തെരുവിൽ തിരയരുത്. അവള് നീ തിരയേണ്ടത് സമാധാനമുള്ള ഇടങ്ങളിലാ. മാധവ് അവിടെ ഒരു ചെറിയ കലങ്കിലിരുന്നു. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുള്ളികൾ അഴുക്ക് ചാലിലേക്ക് വീണു. എനിക്ക് സമാധാനമില്ലാത്തപ്പോ ഞാൻ അവളെ എങ്ങനെ സമാധാനമുള്ളടുത്ത് കണ്ടെത്തും? അവൻ തന്നെ ഫോൺ എടുത്തു. ചാർജ് തീരാറായ ഫോണിൽ അവൻ വീണ്ടും ആ പഴയ ബ്ലോഗ് തുറന്നു. പുതിയ പോസ്റ്റുകളൊന്നുമില്ല. പക്ഷെ അവനൊരു കാര്യം ശ്രദ്ധിച്ചു. അവൻ കുറിച്ച വരികൾക്ക് താഴെ ഒരു കമന്റ് വന്നിരിക്കുന്നു. ഒരു അജ്ഞാതൻ എഴുതിയതാണ്. പഴയ വരികൾ കൂട്ടിച്ചേർത്താൽ പുതിയൊരു കവിതയുണ്ടാവില്ല മാധവ്. ഓർമ്മകൾക്ക് മരണമില്ലെങ്കിലും മനുഷ്യർക്ക് മാറ്റങ്ങളുണ്ടാവും. നീ എന്നെ തിരയുന്നത് നിർത്തൂ. നിന്റെ ക്യാമറയ്ക്ക് ചുറ്റുമുള്ള ലോകത്തെ കാണാൻ പഠിക്കൂ. അതവളായിരുന്നു, സംശയമില്ല. മാധവ് ആ ഫോൺ നെഞ്ചോട് ചേർത്ത് വെച്ചു. അവൻ ആ തെരുവിന്റെ നടുവിൽ നിന്ന് ഉറക്കെ നിലവിളിച്ചു. നിത്യ, നീ എന്നെ കാണുന്നുണ്ടല്ലോ. നീ എവിടെയാണെങ്കിലും ഒന്ന് പറ. എനിക്ക് നിന്നെ ഒന്ന് കാണണം, ഒന്ന് തൊടണം, മാപ്പി ചോദിക്കണം. ആളുകൾ അവനൊരു ഭ്രാന്തനെ പോലെ നോക്കി ചുറ്റും കൂടി. മാധവ് അവരുടെ ഇടയിലൂടെ ഓടി. മുംബൈയുടെ ആ ഭീകരമായ ആൾക്കൂട്ടത്തിൽ അവൻ വീണ്ടും ഒറ്റപ്പെട്ടു. പെയ്തു തുടങ്ങിയ മഴയിൽ അവൻ നനഞ്ഞു കുതിർന്നു. അവൻ ചെന്നെത്തിയ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മുന്നിലായിരുന്നു. 10 വർഷം മുമ്പ് അവർ കൈകോർത്ത് നിന്ന ഇടം. കടലന്ന് ശാന്തമായിരുന്നു. ഇന്ന് ആ കടൽ പ്രക്ഷുബ്ധമാണ്. മാധവ് ആ കടൽ ഭിത്തിയിൽ തലതല്ലി കരഞ്ഞു. ദൈവമേ, എന്തിനാ എന്നെ പരീക്ഷിക്കുന്നത്? അവളിന്ന് കാണാൻ എനിക്ക് അനുവാദമല്ലേ? അവന്റെ കയ്യിൽ നിന്ന് ക്യാമറ ലെൻസ് പതുക്കെ ആ കടൽ വെള്ളത്തിലേക്ക് വീണു. മാധവ് അത് നോക്കി നിന്നു. തന്റെ കാഴ്ചകൾ നഷ്ടപ്പെട്ട പോലെ അവന് തോന്നി. ആ രാത്രി അവൻ ആ കടൽ തീരെ തളർന്നു വീണു. ബോധം മറയുമ്പോഴും അവന്റെ ചുണ്ടുകൾ മന്ത്രിക്കുന്നുണ്ടായിരുന്നു, നിത്യ എന്ന്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ തണുത്ത കരിങ്കലിൽ ബോധരഹിതനായി കിടന്ന മാധവിന്റെ മുഖത്ത് ആരോ വെള്ളം തളിച്ചു. കണ്ണു തുറന്നപ്പോൾ കണ്ടത് മുംബൈയുടെ ചാരനിറമുള്ള ആകാശമാണ്. നേരം വെളുത്തു തുടങ്ങിയിരിക്കുന്നു. എഴുന്നേൽക്ക് സാബ്, ഇവിടെ കിടന്ന പോലീസ് വരും. മാധവ് കണ്ണു തിരുമ്മി നോക്കി. അതൊരു മധ്യവയസ്കനായിരുന്നു. മുംബൈയിലെ ഡബ്ബാവാലകളുടെ വേഷം ധരിച്ച ഒരാൾ. അയാൾ തന്റെ സൈക്കിൾ ടിഫിൻ ബോക്സുകൾ അടുക്കി വെക്കുകയായിരുന്നു. എനിക്കൊരിടം വരെ പോകണം, മാധവ് പരസ്പര ബന്ധമില്ലാതെ പറഞ്ഞു. നിങ്ങൾ ആദ്യം ഈ ചായ കുടിക്കുക. അയാൾ തന്റെ ഫ്ലാസ്കിൽ നിന്നൊരു കപ്പ് ചായ പകർന്നു നൽകി. ഈ നഗരത്തിൽ തോറ്റുപോയവർ ഒരുപാടുണ്ട്. പക്ഷേ തോൽവി സമ്മതിച്ചു കൊടുക്കുന്നവരോട് മുംബൈക്ക് ഒട്ടും ദയ തോന്നില്ല. മാധവ് ആ ചായ കുടിച്ചു. 10 വർഷത്തിനിടയിൽ ആദ്യമായി തന്റെ ഉള്ളിലൊരു ചൂട് പടരുന്നവൻ അറിഞ്ഞു. ആ ഡബ്ബാവാലയുടെ വാക്കുകൾ അവന് പുതിയ ഊർജം നൽകി. നീ തിരയുന്ന ആൾ ഈ നഗരത്തിലുണ്ടെങ്കിൽ അവൾക്ക് വയറുണ്ടാവും, അവൾ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. ഈ നഗരത്തിലെ എല്ലാ വീടുകളിലും എൻ്റെ ആൾക്കാർ ഭക്ഷണം എത്തിക്കുന്നുണ്ട്. നീ ആ ഫോട്ടോ ഒന്ന് കാണിക്കുക. മാധവ് വിറക്കുന്ന കൈകളോടെ നിത്യയുടെ ചിത്രം കാണിച്ചു. ആ ഡബ്ബാവാല ചിത്രമായി സൂക്ഷിച്ചു നോക്കി. ഈ മുഖം എവിടെയോ കണ്ടിട്ടുണ്ട് ഞാൻ. ബാന്ദ്രയിലെ ആ പഴയ പള്ളിയുടെ അടുത്തുള്ള ഒരു ലൈബ്രറിയിൽ ഞാൻ ദിവസവും ഭക്ഷണം കൊടുക്കാറുണ്ട്. അവിടെ ഇതേപോലെയുള്ള ഒരു പെൺകുട്ടി ഇരിക്കാറുണ്ട്. പക്ഷെ അവൾ ആരോടും സംസാരിക്കില്ല. സങ്കടം വിഴുങ്ങിയ മുഖമാണ് അവൾക്ക്. മാധവിന്റെ ഹൃദയം ഒരു നിമിഷം നിന്നുപോയി. ബാന്ദ്രയോ? എവിടെയാണത്? എന്നെ അവിടേക്ക് കൊണ്ടുപോകും. എനിക്ക് ജോലിയുണ്ട് സാബ്, പക്ഷെ ഞാൻ വഴി പറഞ്ഞുതരാം. മൗണ്ട് മേരി പള്ളിക്ക് അടുത്തുള്ള സൈലന്റ് റീഡേഴ്സ് ലൈബ്രറി, അവിടെ ഒന്ന് പോയി നോക്കൂ. മാധവ് നന്ദി പറയാൻ പോലും നിൽക്കാതെ ഓടി. ഒരു ടാക്സി വിളിച്ച് അവൻ ബാന്ദ്രയിലേക്ക് തിരിച്ചു. യാത്രയിലൂടെ നീളം അവൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവമേ, ഇത്തവണ മാത്രം അവൾ കൈവിട്ടു പോകരുത്. എന്നൊന്ന് കാണാൻ അവൾക്ക് മനസ്സ് നൽകണേ. ബാന്ദ്രയിലെ ആ ഇടുങ്ങിയ റോഡുകൾക്കിടയിൽ ലൈബ്രറി അവൻ കണ്ടെത്തി. അതൊരു പഴയ പോർച്ചുഗീസ് മാതൃകയുള്ള കെട്ടിടമായിരുന്നു. ചുറ്റും പൂത്തു നിൽക്കുന്ന മരങ്ങൾ, നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു ശാന്തമായ ഇടം. അവനകത്തേക്ക് നടന്നു. നിശബ്ദത ഭരിക്കുന്ന ആ മുറിയിൽ പുസ്തകങ്ങൾ മറിയുന്ന ശബ്ദം മാത്രം. മാധവ് ഓരോ മേശക്കരികിലൂടെയും നടന്നു. ഒടുവിൽ ഏറ്റവും പിന്നിലൊരു ജനാലയ്ക്കൽ വെയിൽ വന്ന് വീഴുന്ന ആ കസേരയിൽ അവൾ ഇരിക്കുന്നവൻ കണ്ടു. അവളൊരു പുസ്തകം വായിക്കുകയായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്നൊരു തുള്ളി കണ്ണീർ ആ പുസ്തകത്തിന്റെ താളിന്മേൽ വീണു. അവൾ അത് വിരൽ കൊണ്ട് തുടച്ചു മാറ്റി. മാധവ് അറങ്ങാൻ കഴിയാതെ നിന്നു.
അവൻ വിളിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് നടന്നു. അവളുടെ നിഴൽ പുസ്തകത്തിൽ വീണപ്പോൾ അവൾ തലയുയർത്തി നോക്കി. 10 വർഷത്തെ കാത്തിരിപ്പ്. ആ നിമിഷം ആ ലൈബ്രറിയുടെ വായുവിൽ തങ്ങി നിന്നു. നിത്യയുടെ കയ്യിൽ നിന്ന പുസ്തകം താഴെ വീണു. അവൾ എഴുന്നേറ്റു. അവളുടെ ചുണ്ടുകൾ വിറച്ചു. മാധവ്, അവൾ വളരെ താഴ്ന്ന സ്വരത്തിൽ വിളിച്ചു. മാധവിന്റെ കണ്ണുകളിൽ നിയന്ത്രിക്കാനാവാത്തവണ്ണം കണ്ണീരൊഴുകി. അവനൊന്നും പറഞ്ഞില്ല. അവൾക്ക് മുമ്പിൽ മുട്ടുത്തിരുന്നുകൊണ്ട് അവൻ അവളുടെ കൈകൾ പിടിച്ചു. നിത്യ, എന്നോട് ക്ഷമിക്കണ്ട, പക്ഷെ എന്നൊന്ന് കാണാൻ അനുവദിച്ചൂടെ? നിത്യ ഒന്നും മിണ്ടാ അവനെ നോക്കി നിന്നു. അവളുടെ കണ്ണുകളിൽ ഒരു കടൽ ഇരമ്പുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഇരമ്പലിന് പിന്നിൽ അവൾ ഒളിപ്പിച്ചു വെച്ച ഒരു വലിയ രഹസ്യമുണ്ടായിരുന്നു. മാധവ് അറിയാത്ത, അവന് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സത്യം. നീ എന്തിനാ മാധവ് വന്ന്? അവളുടെ ശബ്ദം ഒരു മരവിച്ച കാറ്റുപോലെയായിരുന്നു. 10 വർഷം നീ എന്നെ തിരഞ്ഞില്ല. ഞാൻ നിന്റെ ഓർമ്മകളെ കൊന്ന് ജീവിക്കാൻ പഠിച്ചതായിരുന്നു. നിത്യ, എനിക്ക് തെറ്റുപറ്റി. പക്ഷെ നിന്നെ മറന്നൊരു നിമിഷം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മാധവ് ഇതുമ്പലോടെ പറഞ്ഞു. നിത്യ ഒരു ദീർഘശ്വാസം എടുത്തു. അവൾ ജനാലക്കൽ പോയി പുറത്തെ കടലിലേക്ക് നോക്കി നിന്നു. ഓർമ്മകൾ കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല മാധവ്. നീ പോയതിനു ശേഷം എൻ്റെ ജീവിതം ഒരു കരിനിഴലായിരുന്നു. വീട്ടുകാരുടെ നിർബന്ധം, ആത്മഹത്യയുടെ അറ്റം വരെ പോയ ദിനങ്ങൾ. ഒടുവിൽ എനിക്ക് കീഴടങ്ങേണ്ടി വന്നു. മാധവിന്റെ നെഞ്ചു വിടഞ്ഞു. നീ വിവാഹിതയാണോ നിത്യ? അവൾ പതുക്കെ തലയാട്ടി. ആയിരുന്നു. പക്ഷെ വിധി എനിക്ക് അവിടെയും സമാധാനം തന്നില്ല. 3 വർഷം ഒരു കാറപകടത്തിൽ അദ്ദേഹം എന്നെ വിട്ടുപോയി. ഇപ്പം ഞാൻ ഈ നഗരത്തിൽ തനിച്ചാണ്. പക്ഷേ അവൾ പാതി വഴിയിൽ നിർത്തി. മാധവളുടെ അടുത്തേക്ക് നീങ്ങി. നിത്യ, എങ്കിൽ നമുക്ക് ഇനിയെങ്കിലും ഒന്നിച്ചൂടെ? കഴിഞ്ഞെല്ലാം നമുക്ക് മറക്കാം. ഈ മുമ്പിൽ നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം. നിത്യ ഒരു ദയനീയമായ ചിരിച്ചു. പറ്റില്ല മാധവ്, നീ കാണുന്ന ഈ നിത്യയല്ല സത്യം. ഞാൻ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. മാധവ് സ്തംഭിച്ചു പോയി. നീ എന്താണ് നിത്യ പറയുന്നത്? അവൾ തന്റെ ബാഗിൽ നിന്നൊരു മെഡിക്കൽ ഫയൽ എടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചു. ബ്ലഡ് ക്യാൻസർ ലാസ്റ്റ് സ്റ്റേജാണ് മാധവ്. ഈ മുംബൈയിലെ തിരക്കിനിടയിൽ ഞാൻ എൻ്റെ അവസാന ദിവസങ്ങൾ എണ്ണി കഴിയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നിൽ നിന്ന് ഒളിച്ചോടിയത്. നിനക്ക് വീണ്ടും ഒരു നഷ്ടത്തിന്റെ വേദന നൽകാൻ എനിക്ക് വയ്യായിരുന്നു. മാധവിന് ലോകം ചുറ്റിക്കറങ്ങുന്ന പോലെ തോന്നി. അവൻ ആ ഫയലിലേക്ക് നോക്കി. വാക്കുകൾ അർത്ഥശൂന്യമായി തോന്നി. താൻ 10 വർഷം കാത്തിരുന്ന് അവളെ കണ്ടെത്താനായിരുന്നു. പക്ഷേ കണ്ടെത്തിയപ്പോൾ അവൾ കൈവിട്ടു പോകാൻ തയ്യാറെടുക്കുകയാണ്. അവൻ അവളുടെ കൈകൾ വീണ്ടും മുറുകെ പിടിച്ചു. ഇത്തവണ അവൾ കൈ പിൻവലിച്ചില്ല. ഇല്ല നിത്യ, നീ എങ്ങോട്ടും പോവില്ല. 10 വർഷം മുമ്പ് ഞാൻ നിന്നെ വിട്ടുപോയതാ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ്. ഇത്തവണ മരണം വന്നാലും നിന്റെ കൈ പിടിച്ചുകൊണ്ട് മാത്രമേ ഞാൻ അതിനെ നേരിടൂ. നിനക്ക് എത്ര ദിവസമുണ്ടോ അത്രയും ദിവസം നീ എൻ്റെ മാത്രമായിരിക്കും. നിത്യയുടെ നിയന്ത്രണം വിട്ടു. അവൾ മാധവിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു പൊട്ടിക്കരഞ്ഞു. ആ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ സാക്ഷിയായി. പാതി വഴിയിൽ മുറിഞ്ഞുപോയ ആ പ്രണയഗാനം വീണ്ടും പാടിത്തുടങ്ങി. പക്ഷെ ആ വരികളിൽ വരാനിരിക്കുന്ന വലിയൊരു ദുഃഖത്തിന്റെ നിഴലുണ്ടായിരുന്നു. പുറത്ത് മുംബൈ നഗരം പതിവ് പോലെ ഇരമ്പിക്കൊണ്ടിരുന്നു. ആ വലിയ നഗരത്തിലെ 2 ചെറിയ മനുഷ്യർ തങ്ങളുടെ വിധിക്കുമ്പിൽ വിറങ്ങലിച്ചിരുന്നു. കരയരുത് നിത്യ, ഞാൻ വന്നല്ലോ. ഇനി നിനക്കൊന്നും സംഭവിക്കില്ല. മാധു അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അവൾ തളർന്ന് അവന്റെ തോളിലേക്ക് തലയായിച്ചു. അവൻ അവളെയും കൂടി ലൈബ്രറിക്ക് പുറത്തിറങ്ങി. മുംബൈയിലെ ആ ഉച്ചവെയിൽ ഇപ്പോൾ അവനൊരു ശാപമായി തോന്നിയില്ല. അവളെ ചേർത്ത് പിടിക്കാൻ തനിക്ക് ലഭിച്ച ഈ നിമിഷം ദൈവത്തിന്റെ ദാനമാണെന്ന് അവൻ വിശ്വസിച്ചു. അവൻ അവളെ ബാന്ദ്രയിൽ അവളുടെ ചെറിയ വാടക വീട്ടിലെത്തിച്ചു. ചുമരുകളിൽ നിറയെ പഴയ പുസ്തകങ്ങളും മങ്ങിക്കിടക്കുന്ന ചില പെയിന്റിങ്ങുകളും മാത്രം. ഒരു എഴുത്തുകാരിയുടെ ഏകാന്തത ആ മുറിയിൽ തളം കെട്ടി നിന്നിരുന്നു. നീയുടെ തനിച്ചായിരുന്നു ഇത്രയും കാലം? മാധവ് വേദനയോട് ചോദിച്ചു. തനിച്ചല്ല മാധവ്, നിന്റെ ഓർമ്മകൾ കൂട്ടിനുണ്ടായിരുന്നു. അവൾ കട്ടിലേക്ക് തളർന്നിരുന്നു. പക്ഷേ ഈ മരുന്നുകളും ആശുപത്രികളും എന്നെ തളർത്തിക്കളഞ്ഞു. ചില രാത്രികൾ വേദന കൂടുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കും, എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന്. പക്ഷെ ഇന്ന് നീ വന്നപ്പോൾ എനിക്ക് തോന്നി എൻ്റെ അവസാന ആഗ്രഹം ദൈവം കേട്ടു എന്ന്. മാധവ് അവളുടെ അരികിൽ നിന്ന് അവനവളുടെ മെഡിക്കൽ ഫയലുകൾ ഓരോന്നായി പരിശോധിച്ചു. ഡോക്ടർമാർ കൈവിട്ട അവസ്ഥയാണ്. മരുന്നുകൾക്ക് ഇനി അവളുടെ വേദന കുറയ്ക്കാനേ കഴിയും. രോഗം മാറ്റാനാവില്ല. മാധവിന്റെ ഉള്ളിൽ ഒരു വലിയ നിലവിളി ഉയർന്നു. പക്ഷെ അവനത് പുറത്തു കാട്ടിയില്ല. ആൾക്ക് മുമ്പിൽ തളരാൻ അവന് കഴിയില്ല. നിത്യ, നാളെ മുതൽ നമ്മൾ മുംബൈ കാണാൻ പോവാ. നീ പണ്ട് ആഗ്രഹിച്ച പോലെ നമ്മൾ ഒന്നിച്ച് കാണാത്ത ഈ നഗരത്തിലെ എല്ലാ കാഴ്ചകളും നമുക്ക് കാണണം. നമ്മുടെ പാതി വഴിയിൽ നിന്ന് ആ പ്രണയത്തിന് ഒരു പൂർണ്ണത നൽകണം. അടുത്ത ഏതാനും ദിവസങ്ങൾ മാധവ് അവളുടെ നിഴലായി മാറി. അവൾക്ക് മരുന്ന് നൽകാനും ഭക്ഷണം വാരിക്കൊടുക്കാനും അവൻ മത്സരിച്ചു. അവളുടെ മുടി ചീകി കൊടുക്കുമ്പോൾ കൊഴിഞ്ഞു വീഴുന്ന ഓരോ മുടിയഴയും മാധവിന്റെ ഹൃദയത്തെ കീറിമുറിച്ചു. എങ്കിലും അവൻ ചിരിച്ചു. അവൾക്ക് വേണ്ടി മാത്രം അവനുള്ളിലെ സങ്കടങ്ങൾ അടക്കി വെച്ചു. ഒരു വൈകുന്നേരം അവർ ജുഹു ബീച്ചിലെ മണലിൽ ഇരിക്കുകയായിരുന്നു. അസ്തമയ സൂര്യന്റെ ചുവപ്പ് അവളുടെ വിളറിയ മുഖത്ത് തട്ടിത്തിളങ്ങി. മാധവ്, എനിക്ക് പേടിയാവുന്നു. അവൾ അവന്റെ കൈവിരലുകളിൽ കോർത്തി പിടിച്ചു. എന്തിനു നിത്യ? നീ ഇല്ലാതെ എനിക്ക് പോവാൻ പേടിയാ. മരണം എന്നെ കൊണ്ടുപോകുമ്പോൾ നീ ഒറ്റക്കായി പോവില്ലേ? മാധവ് മറുപടി പറഞ്ഞില്ല. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. കടൽ ശാന്തമായിരുന്നു.
പക്ഷെ ആ ശാന്തതയ്ക്ക് പിന്നിൽ ഒരു കൊടുങ്കാറ്റ് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് രണ്ടുപേർക്കും അറിയാമായിരുന്നു. അന്ന് രാത്രി വീട്ടിലെത്തിയപ്പോൾ നിത്യയ്ക്ക് കഠിനമായ ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. അവളുടെ ശരീരം തണുത്തു വിറച്ചു. മാധവ് പരിഭ്രാന്തനായി അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനൊരുങ്ങി. വേണ്ട മാധവ്, അവളെന്റെ കൈ തണഞ്ഞു. എനിക്ക് നിന്റെ മടിയിൽ കിടന്നാൽ മതി. ഈ നഗരത്തിലെ ആശുപത്രിയിലെ വെളുത്ത ചുമരുകൾക്കിടയിൽ എനിക്ക് മരിക്കണ്ട. നിന്റെ ശ്വാസം കേട്ട് എനിക്ക് ഉറങ്ങണം. മാധവ് അവളെ തന്റെ മടിയിലേക്ക് കിടത്തി. അവന്റെ കണ്ണുനീർ തുള്ളികൾ അവളുടെ മുഖത്ത് വീണു. ആ രാത്രി ബാന്ദ്രയിൽ ആ ചെറിയ മുറിയിൽ മരണവും പ്രണയവും നേർക്കുനേർ നിന്നു. നിത്യയുടെ ശ്വാസം ഇടറുന്നുണ്ടായിരുന്നു. മാധവ് അവളുടെ കൈകൾ തന്റെ ഉള്ളം കയ്യിൽ വെച്ച് തിരുമ്മി ചൂടുപിടിപ്പിച്ചു. അവന്റെ ഓരോ തുള്ളി കണ്ണീരും അവളുടെ കവളിൽ വീണ് ചിതറി. മാധവ്, കരയില്ലേ? നിത്യ വളരെ പ്രയാസപ്പെട്ട് സംസാരിച്ചു. 10 വർഷം മുമ്പ് ഞാൻ നിന്നെ യാത്രയാക്കിയപ്പോൾ കരഞ്ഞില്ലേ? അന്ന് നീ പോയ നിന്റെ സ്വപ്നങ്ങളിലേക്കായിരുന്നു. ഇന്ന് ഞാൻ പോകുന്ന മറ്റൊരു ലോകത്തേക്കാ. അവിടെ നമ്മളെ തടയാൻ ആരും ഉണ്ടാവില്ല. ഹേയ്, മിണ്ടരുത് നിത്യ. മാധവ് അവളെ മുറുകെ പിടിച്ചു. നീ എങ്ങോട്ടും പോവില്ല. നമുക്ക് ഇനി ഒരുപാട് വരികൾ എഴുതാനുണ്ട്. നീ എനിക്ക് തന്ന ആ മറുപടി, ആ കടലാസേഷണം, അത് പൂർത്തിയാക്കാൻ എനിക്ക് നിന്നെ വേണം നിത്യ. അന്ന് രാത്രി മുഴുവൻ മാധവ് ഉറങ്ങിയില്ല. അവൻ അവൾ കവിതകൾ വായിച്ചു കൊടുത്തു. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പഴയ മലയാളം പാട്ടുകൾ അവൻ പതുക്കെ പാടി. മരണത്തിന്റെ ദൂതൻ ആ വാതിൽക്കൽ വന്ന് നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും പ്രണയം കൊണ്ട് അവൻ ആ വാതിൽ കൊട്ടിയടച്ചു. പുലർച്ചെയായപ്പോൾ അവളുടെ ശ്വാസം അല്പം ശാന്തമായി. മരണം ഒരു നിമിഷം വഴിമാറി നിന്നപോലെ. മാധവ്, അവൾ കണ്ണു തുറന്നു. എനിക്ക് വല്ലാത്തൊരാഗ്രഹം. നമുക്ക് ഹാജി അലി ദർഗ വരെ ഒന്ന് പോകാമോ? കടലിന് നടുവിൽ ആ പള്ളിയിൽ വെച്ച് എനിക്ക് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാധവ് ആദ്യം വിസമ്മതിച്ചു. അവളുടെ ആരോഗ്യം അതിനെ അനുവദിക്കില്ലായിരുന്നു. പക്ഷെ അവളുടെ കണ്ണുകളിൽ ആ വാശിക്കൊമ്പിൽ അവന് തോറ്റുകൊടുക്കേണ്ടി വന്നു. അവനവളെ താങ്ങിയെടുത്ത് ടാക്സിയിൽ കയറ്റി. മുംബൈ നഗരം ഉണർന്നു തുടങ്ങിയിരുന്നു. കടലിന് നടുവിലൂടെയുള്ള ആ ഇടുങ്ങിയ വഴിയിലൂടെ നടക്കുമ്പോൾ തിരമാലകൾ അവരുടെ കാലിൽ വന്ന് തൊട്ടു. നിത്യമാധവിന്റെ തോളിൽ തൂങ്ങി പതുക്കെ നടന്നു. പള്ളിക്ക് മുന്നിലെത്തിയപ്പോൾ അവൾ ആ മതിൽക്കൽ തലയാഴ്ച നിന്നു. മാധവ് ദൂരെ മാറിയെന്ന് നോക്കി. വെളുത്ത വസ്ത്രം ധരിച്ച അവൾ ഒരു മാലാഖയെ പോലെ തോന്നിപ്പിച്ചു. അവൾ പ്രാർത്ഥിക്കുകയായിരുന്നു. തനിക്ക് വേണ്ടിയല്ല, താൻ പോയി കഴിഞ്ഞാൽ തനിച്ചാവുന്ന മാധവിന് വേണ്ടി. തിരികെ നടക്കുമ്പോൾ അവൾ മാധവിന്റെ കൈകളിൽ ഒരു ചെറിയ താക്കോൽ കൊടുത്തു. ഇതെന്താണ് നിത്യ? ഇതെന്റെ ഹൃദയത്തിന്റെ താക്കോലാണ് മാധവ്. ബാന്ദ്രയിലെ വീട്ടിലെ അലമാരുടെ ഉള്ളിൽ ഒരു ചെറിയ പെട്ടിയിരിപ്പുണ്ട്. ഞാനെന്തെങ്കിലും മരിച്ചു പോയാൽ മാത്രം നീ അത് തുറക്കണം. അതുവരെ ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ. മാധവ് ആ താക്കോൽ മുറുകെ പിടിച്ചു. അവന്റെ ഉള്ളിൽ ഒരു ഭയം ഇരച്ചു കയറി. ഹാജി അലി ദർഗയിൽ നിന്ന് മടങ്ങുമ്പോൾ നിത്യയുടെ ശരീരം ഒരു മരവിച്ച മരം പോലെയായിരുന്നു. ടാക്സിയിൽ മാധവിന്റെ തോളിലേക്ക് തലയായിക്കുമ്പോൾ അവൾക്ക് ശ്വാസം എടുക്കാൻ പോലും ആയാസപ്പെടേണ്ടി വന്നു. മുംബൈയിലെ തിരക്കേറിയ റോഡുകൾക്ക് ഇന്ന് ഒരു ശ്മശാനത്തിന്റെ നിശബ്ദതയുള്ള പോലെ മാധവിന് തോന്നി. വീട്ടിലെത്തിയ ഉടനെ അവൻ അവളെ കിടത്തി. അവളുടെ കൈവശം കൊടുത്ത ചെറിയ താക്കോൽ അവന്റെ പോക്കറ്റിൽ കിടന്ന് പൊള്ളുന്നുണ്ടായിരുന്നു. അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണപ്പോൾ മാധവ് പതുക്കെ എഴുന്നേറ്റ് അലമാരയുടെ അടുത്തേക്ക് നീങ്ങി. അവൾ പറഞ്ഞ ആ പെട്ടി അലമാരയുടെ ഏറ്റവും താഴെ പഴയ തുണികൾക്കിടയിൽ പൊതിഞ്ഞു വെച്ചിരുന്നു. മാധവ് അത് കയ്യിലെടുത്തു. മരം കൊണ്ട് തീർത്ത മനോഹരമായ കൊത്തുപണികൾ ചെയ്ത ഒരു ചെറിയ പെട്ടി. 10 വർഷത്തെ കാത്തിരിപ്പിന്റെ ഭാരം ആ പെട്ടിക്കുള്ള പോലെ അവന് തോന്നി. വിറക്കുന്ന കൈകളോട് അവൻ താക്കോൽ തിരിച്ചു. പെട്ടി തുറന്നപ്പോൾ മാധവിന്റെ ശ്വാസം നിലച്ചുപോയി. അതിനുള്ളിലുണ്ടായിരുന്നത് ആയിരക്കണക്കിന് കത്തുകളായിരുന്നു. 10 വർഷം, ഓരോ മാസവും അവൾ അവൻ എഴുതിയ കത്തുകൾ. ഓരോ കത്തിനും പുറത്ത് ഓരോ തീയതിയും മാധവിന് എന്ന വിലാസവും ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നുപോലും അയച്ചിട്ടില്ല. അവനൊരു കത്തെടുത്ത് വായിച്ചു. പ്രിയപ്പെട്ട മാധവ്, ഇന്ന് നീ പോയിട്ട് 3 വർഷം തികയുന്നു. നിന്റെ ക്യാമറയിൽ നീ എന്ന ഏത് കടൽ തീരമാവും പകർത്തുന്നു. ഞാനിവിടെ നമ്മുടെ പഴയ കടൽ തീരത്തിരുന്ന് നിനക്കൊരു കവിത എഴുതുകയാണ്. നീ ഒരിക്കലും ഇത് വായിക്കില്ലെന്ന് എനിക്കറിയാം. എങ്കിലും നിനക്ക് വേണ്ടിയല്ലാതെ എനിക്ക് മറ്റാർക്കു വേണ്ടി എഴുതാൻ കഴിയുക. മറ്റൊരു കത്തിൽ അവൾ തന്റെ രോഗത്തെക്കുറിച്ച് എഴുതിയിരുന്നു. മാധവ്, ഇന്ന് ഡോക്ടർ പറഞ്ഞു എൻ്റെ ഉള്ളിൽ ഒരു നിഴൽ വളരുന്നുണ്ടെന്ന്. മരണത്തിൻ്റെ നിഴൽ. എനിക്ക് പേടിയാവുന്ന മരണത്തെയല്ല, മരിക്കുമ്പോൾ നിന്റെ മുഖം ഒന്ന് കാണാൻ കഴിയില്ലല്ലോ എന്നോർത്ത. നീ എന്നെ തിരഞ്ഞു വരരുത്. നീ എന്നെ കാണുന്നത് എൻ്റെ ശവമശത്തിലാവരുത്. മാധവ് ആ കത്തുകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് തറയിലിരുന്ന് തേങ്ങി. അവനറിയാതെ അവൾ അവനെ ഓരോ നിമിഷവും പ്രണയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ 10 വർഷവും താൻ ഒറ്റക്കായിരുന്നില്ല. പെട്ടെന്ന് കട്ടിലിൽ നിന്നൊരു ശബ്ദം കേട്ടു. മാധവ് ഓടിച്ചെന്ന് നോക്കി. നിത്യ കണ്ണു തുറക്കാൻ ശ്രമിക്കുകയാണ്. അവളുടെ ചുണ്ടുകൾ എന്തോ മൊഴിയുന്നു. മാധവ്, ആ പെട്ടി നീ തുറന്നോ? അവൾ വളരെ ക്ഷീണിച്ച സ്വരത്തിൽ ചോദിച്ചു. മാധവ് അവളുടെ കൈകൾ തന്നെ മുഖത്തോട് ചേർത്തു. നിത്യ, എന്തിനായിരുന്നു ഇത്രയും വേദന നീ ഒറ്റയ്ക്ക് സഹിച്ച്? എന്തിനായിരുന്നു ഈ കത്തുകളെല്ലാം ഒളിപ്പിച്ചു വെച്ച്? നിത്യ പതുക്കെ പുഞ്ചിരിച്ചു. അത് നിനക്കുള്ള എൻ്റെ സമ്മാനമായിരുന്നു മാധവ്. ഞാൻ പോയി കഴിഞ്ഞാൽ നീ ഒറ്റക്കാവരുത്. ഈ കത്തുകളിലൂടെ ഞാൻ ഇന്നും നിന്റെ കൂടെ ഉണ്ടാവും. അവളുടെ കണ്ണുകൾ പതുക്കെ അടഞ്ഞു. മാധവ് പരിഭ്രാന്തനെ അവളെ വിളിച്ചു. നിത്യ, കണ്ണുറക്ക്. നമുക്ക് ഇനി ഒരുപാട് കത്തുകൾ എഴുതാനുണ്ട് നിത്യ. അവൾ പ്രതികരിച്ചില്ല.
പക്ഷെ അവളുടെ ഹൃദയമിടിപ്പ് നിലച്ചിട്ടില്ലായിരുന്നു. മുംബൈയുടെ ആ രാത്രിയിൽ ആ ചെറിയ മുറിയിൽ 1000 കത്തുകൾക്കിടയിൽ മാധവ് തന്റെ പ്രണയിനിക്ക് കാവലിരുന്നു. നേരം വെളുത്തു തുടങ്ങിയിരിക്കുന്നു. നിത്യ പതുക്കെ കണ്ണു തുറന്നു. ആളുടെ മുഖത്തിൽ വല്ലാത്ത വിളർച്ച പടർന്നിട്ടുണ്ട്. പക്ഷെ മാധവിനെ കണ്ടപ്പോൾ ആ ചുണ്ടുകളിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. മാധവ്, എനിക്ക് മുംബൈയുടെ തിരക്കിൽ നിന്നൊന്ന് മാറി നിൽക്കണം. നമുക്ക് ആ പഴയ കടൽ തീരത്തേക്കൊന്ന് പോയാലോ? നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയ അടുത്തേക്ക്. അവൾ ചോദിക്കുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയെക്കുറിച്ചല്ല, മറിച്ച് മുംബൈ നഗരത്തിന് പുറത്തുള്ള ശാന്തമായ ഒരു തീരത്തെക്കുറിച്ചാണ്. മാധവ് ഒട്ടും വൈകില്ല. അവനൊരു വണ്ടി ഏർപ്പാടാക്കി. വായു നിറച്ച തലയിണകളും മരുന്നുകളുമായി അവൻ അവളെ അതിൽ കിടത്തി. യാത്രയിലുടനീളം അവൾ ജനാലയിലൂടെ പുറത്തെ നഗരത്തെ നോക്കി നിന്നു. ലോക്കൽ ട്രെയിനുകൾ പാഞ്ഞു പോകുന്ന ചായക്കടയിലെ തിരക്ക്, പൂക്കൾ വിൽക്കുന്ന പെൺകുട്ടികൾ. മാധവ്, നോക്ക്, ഈ നഗരത്തിന് എത്ര ഭംഗിയാ. നമ്മളില്ലാത്തപ്പോൾ ഇതിങ്ങനെ തന്നെ തുടരും. ആരും ആരെയും കാത്തു നിൽക്കില്ല. അവൾ പതുക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ നിന്നെ കാത്തു നിൽക്കുന്നെത്തിയ എത്ര ജന്മം വേണമെങ്കിലും. മാധവ് അവളുടെ കൈകൾ മുറുകെ പിടിച്ചു. അവരാ തീരത്തെത്തി. നഗരത്തിന്റെ ബഹളങ്ങളില്ലാത്ത തെങ്ങുകൾ നിറഞ്ഞ ഒരു കൊച്ചു ഗ്രാമം. തിരമാലകൾ വളരെ ശാന്തമായി തീരത്തെ ചുംബിക്കുന്നുണ്ടായിരുന്നു. മാധവ് അവളെ എടുത്തൊരു മണൽത്തിട്ടലിൽ കൊണ്ടിരുത്തി. അസ്തമയ സൂര്യൻ കടലിലേക്ക് താഴ്ന്നു തുടങ്ങിയിരിക്കുന്നു. ആകാശത്തിന് ചോരയുടെ നിറമായിരുന്നു. മാധവ്, എനിക്കൊരാഗ്രഹമുണ്ട്. ആൾ അവനെ തോളിലേക്ക് തലയായിച്ചു. നിന്റെ ആ ക്യാമറ എടുക്ക്. 10 വർഷം മുമ്പ് നീ എടുത്ത ആ ഫോട്ടോക്ക് ഒരു ബാക്കി വേണം. മരണത്തെ നോക്കി ചിരിക്കുന്ന നിത്യയുടെ ഒരു ചിത്രം. മാധവ്, എനിക്ക് ഉറക്കം വരുന്നു, തണുക്കുന്നു. അവളുടെ ശബ്ദം നേർത്തു വന്നു. മാധവ് തന്റെ കോട്ടഴിച്ച് അവളെ പുതപ്പിച്ചു. അവനവളെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു. ഉറങ്ങിക്കോ നിത്യ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. നീ ഉണരുമ്പോൾ നമുക്ക് പുതിയൊരു കവിത എഴുതാം. കടൽക്കാറ്റ് ശക്തിയായി വീശി. നിത്യയുടെ ശ്വാസം പതുക്കെ താഴ്ന്നു വന്നു. അവളുടെ കൈകൾ മാധവിന്റെ കൈകളിൽ നിന്ന് പതുക്കെ അയഞ്ഞു. മാധവ് അനങ്ങാതെ ഇരുന്നു. ദൂരെ കടലിൽ ഒരു കപ്പൽ വെളിച്ചം തെളിഞ്ഞു. അവൻ അവളെ വിളിച്ചില്ല. അവൾ സമാധാനമായി ഉറങ്ങിയാണെന്ന് അവൻ വിശ്വസിച്ചു. പക്ഷെ ആ ശാന്തതയിൽ ഒരു പ്രണയത്തിന്റെ അന്ത്യം കുറിക്കപ്പെട്ടിരുന്നു. നിത്യ! നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മാധവിന്റെ ഒരു നിലവിളി ആ കടൽ തീരത്തുയർന്നു. അത് തിരമാലകളിലും കാറ്റിലും തട്ടി പ്രതിധ്വനിച്ചു. മുംബൈ നഗരം ദൂരെ പ്രകാശിച്ചു നിന്നു. ഒരു പ്രണയത്തെ കൂടി പാതി വഴിയിൽ തനിച്ചാക്കി. മുംബൈയിലെ ഒരു ശ്മശാനത്തിന്റെ പുകമറക്കുള്ളിൽ നിത്യയുടെ ഭൗതിക ശരീരം എരിഞ്ഞു തീർന്നു. മാധവ് അവിടെ തന്നെ ഇരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞിട്ടും കത്തിയമരുന്ന ആ തീയുണ്ടകളിലേക്ക് നോക്കി അവൻ തനിച്ചിരുന്നു. ആ തീയിൽ ജ്വലിക്കുന്ന അവളുടെ രോഗം മാത്രമല്ല, അവരൊന്നിച്ച് കാണാനിരുന്ന 1000 സ്വപ്നങ്ങൾ കൂടിയായിരുന്നു. അവനൊരു ചെറിയ ചരടിൽ അവളുടെ പേര് കുത്തി. 10 വർഷം കാത്തിരുന്നിട്ടും ഒടുവിൽ കിട്ടിയത് ഒരു പിടി ചാരമാണല്ലോ എന്ന് ഓർത്തപ്പോൾ അവന്റെ നെഞ്ച് വിങ്ങി. പക്ഷേ മാധവ് തളർന്നു വീണില്ല. അവൻ ബാന്ദ്രയിൽ അവിടെ ആ പഴയ മുറിയിലേക്ക് തിരിച്ചുപോയി. അവിടെ ഇന്നും അവളുടെ ഗന്ധമുണ്ട്. മേശപ്പുറത്തിരിക്കുന്ന ആ കത്തുകളുടെ പെട്ടി അവൻ എടുത്തു. ആ ഓരോ കത്തിലും അവൾ ഓരോ ആഗ്രഹങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു. അവസാനത്തെ കത്ത് അവൻ ഒരിക്കൽ കൂടി വായിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: മാധവ്, എൻ്റെ മരണശേഷം നീ കരയരുത്. നീ നിന്റെ ക്യാമറ താഴെ വെക്കരുത്. ലോകത്തിലെല്ലാ വേദനിക്കുന്ന പ്രണയിക്കുന്നവർക്കും വേണ്ടി നീ സംസാരിക്കണം. നമ്മുടെ കഥ പാതി വഴിയിൽ നിലച്ചുപോയ ഒന്നല്ല, മറിച്ച് മറ്റൊരു ലോകത്ത് തുടരാൻ പോകുന്ന ഒന്നാണെന്ന് നീ കാണിച്ചു കൊടുക്കണം. മാധവ് തന്റെ ക്യാമറ ബാഗ് തുറന്നു. പൊട്ടിയ ലെൻസുകൾ മാറ്റി അവൻ പുതിയവ ഘടിപ്പിച്ചു. അവന്റെ കണ്ണുകളിൽ ഇപ്പോൾ കണ്ണീരില്ല, മറിച്ച് ഒരു പുതിയ ലക്ഷ്യത്തിന്റെ തിളക്കമായിരുന്നു. അവൻ നിത്യയുടെ ആ കത്തുകൾ ഓരോന്നായി ഫോട്ടോ എടുത്തു. അവൾ എഴുതിയ വരികളും മുംബൈയുടെ തിരക്കുകളും അവളുടെ മരിക്കാത്ത പുഞ്ചിരിയും ചേർത്ത് അവനൊരു വലിയ എക്സിബിഷൻ ഒരുക്കാൻ തീരുമാനിച്ചു. മുംബൈ നഗരം കണ്ടിട്ടുള്ളിൽ വെച്ച് ഏറ്റവും വലിയ പ്രണയകഥയുടെ പ്രദർശനം. അടുത്ത കുറച്ച് മാസങ്ങൾ മാധവ് ഉറക്കമില്ലാതെ പണിയെടുത്തു. അവൻ മുംബൈയിലെ തെരുവുകൾ തോറും മറഞ്ഞു. നിത്യയിരുന്ന കസേരകൾ, അവൾ നടന്ന വഴികൾ, അവൾ കണ്ട കടൽ എല്ലാം അവൻ തന്റെ ക്യാമറയിൽ പകർത്തി. ഓരോ ചിത്രത്തിലും നിത്യയുടെ സാന്നിധ്യം അവൻ അനുഭവിച്ചു. ഒരു വലിയ ഗ്യാലറിയിൽ പാതി വഴിയിൽ നിന്ന പ്രണയം എന്ന പേരിൽ ആ പ്രദർശനം തുടങ്ങി. മുംബൈയിലെ പ്രമുഖരെല്ലാം അവിടെ എത്തി. മയങ്ങിക്കിടക്കുന്ന വെളിച്ചത്തിൽ നിത്യയുടെ വരികൾക്ക് താഴെ അവളുടെ ചിത്രങ്ങൾ തൂങ്ങിക്കിടന്നു. അത് കാണുന്ന ഓരോ വായനക്കാരന്റെയും കാണികളുടെയും കണ്ണ് നനയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തിരക്കിനിടയിൽ നിന്നൊരു പെൺകുട്ടി മാധവിന്റെ അടുത്തേക്ക് വന്നു. അവളുടെ കയ്യിലൊരു പുസ്തകമുണ്ടായിരുന്നു. സാബ്, ഈ കവിതകൾ എഴുതി എൻ്റെ ടീച്ചറാ. നിത്യ ടീച്ചർ മരിക്കുന്നതിന് മുമ്പ് അവരെനിക്കിത് തന്നു. ഇത് നിങ്ങളെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. മാധവ് ആ പുസ്തകം വാങ്ങി. അത് നിത്യയുടെ ഡയറി ആയിരുന്നു. അതിൻ്റെ അവസാന പേജിൽ അവൾ ഇങ്ങനെ കുറിച്ചിരുന്നു: മാധവ്, നമ്മൾ വീണ്ടും കാണും. ഒരുപക്ഷെ മുംബൈയിലെ തിരക്കുകൾക്കും അപ്പുറം മഴവില്ലുകൾ പൂക്കുന്ന മറ്റൊരു നഗരത്തിൽ. മാധവ് ആ ഡയറിയിൽ അവസാന വരികൾ വായിച്ചു. അത് വെറുമൊരു ഡയറി ആയിരുന്നില്ല. നിത്യ 10 വർഷമായി എഴുതിക്കൊണ്ടിരുന്ന ഒരു നോവലായിരുന്നു. അവരുടെ പ്രണയത്തിന്റെ കഥ. ആ നോവലിന്റെ പേര് പാതി വഴിയിൽ നിന്ന പ്രണയം എന്നായിരുന്നു. അതിന്റെ അവസാന അധ്യായം മാത്രം അവൾ പൂർത്തിയാക്കിയിരുന്നില്ല.
ഇത് നീ എനിക്ക് വേണ്ടി ബാക്കി വെച്ചാണല്ലേ നിത്യ. മാധവ് പതുക്കെ മന്ത്രിച്ചു. മാധവ് ഒരു തീരുമാനമെടുത്തു. നിത്യയുടെ ആഗ്രഹം പോലെ ആ നോവൽ അവൻ പ്രസിദ്ധീകരിക്കണമെന്നും അതിനൊപ്പം താൻ പകർത്തിയ മനോഹരമായ ചിത്രങ്ങളും ചേർക്കുമെന്നും. പക്ഷേ അതിനുമുമ്പ് അവനൊരു കാര്യം കൂടി ചെയ്യാനുണ്ടായിരുന്നു. മുംബൈയിലെ മറൈൻ ഡ്രൈവിൽ അവരെപ്പോഴും ഇരിക്കാറുള്ള ആ പഴയ കടൽ ഭിത്തിയുടെ അരികിൽ അവനൊരു ചെറിയ തണൽ മരം നട്ടു. അതിനടുത്ത് ഒരു ചെറിയ ബോർഡ് വെച്ചു. ഇവിടെ ഇരുന്ന് പ്രണയിക്കുന്നവർക്ക് ഒരിക്കലും വഴിതെറ്റാതിരിക്കട്ടെ. ദിവസങ്ങൾ കടന്നുപോയി. നിത്യയുടെ പുസ്തകം പുറത്തിറങ്ങി. മുംബൈ നഗരം ആ പുസ്തകത്തെ ഏറ്റെടുത്തു. പാതി വഴിയിൽ മുറിഞ്ഞുപോയ ആ പ്രണയകഥ ആയിരക്കണക്കിന് മനുഷ്യരുടെ കണ്ണ് നനയിച്ചു. മാധവ് ഇപ്പോൾ വെറുമൊരു ഫോട്ടോഗ്രാഫർ അല്ല, പ്രണയത്തിന്റെ ദൂതനായി മാറി. പക്ഷേ മാധവിന്റെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങിയിരുന്നു. നിത്യയില്ലാത്ത ഈ ലോകത്ത് ഓരോ ശ്വാസവും അവന് ഭാരമായി തോന്നി. അവൻ രാത്രികളിൽ മറൈൻ ഡ്രൈവിൽ വന്നിരിക്കും. കടൽക്കാറ്റിൽ നിത്യയുടെ ഗന്ധം അവൻ തിരയും. ഒരു രാത്രിയിൽ മഴ പെയ്യാൻ തുടങ്ങിയതിന് തൊട്ടു മുമ്പ് മാധവ് ആ പഴയ കടൽ ഭിത്തിയിൽ ഇരിക്കുകയായിരുന്നു. ചുറ്റും നഗരത്തിന്റെ വെളിച്ചങ്ങൾ മങ്ങി കാണപ്പെട്ടു. പെട്ടെന്ന് അവന്റെ തോളിൽ സ്പർശനം അനുഭവപ്പെട്ടു. അവൻ ഞെട്ടിത്തിരി നോക്കി. അവിടെ ആരുമില്ല. പക്ഷെ ആ കാറ്റിൽ നിത്യയുടെ പഴയ ആ ഗന്ധം, പാരിജാത പൂക്കളുടെ മണം. അവൻ കണ്ണുകൾ അടച്ചു. മാധവ്, അവൻ കേട്ടു ആ വിളി. അവന്റെ ഉള്ളിലല്ല, കാതുകളിൽ തന്നെയായിരുന്നു. അവൻ പതുക്കെ കണ്ണു തുറന്നു. മുംബൈയുടെ ആ മങ്ങിയ വെളിച്ചത്തിൽ മഴത്തുള്ളികൾക്കിടയിലൂടെ ഒരാൾ നടന്നു വരുന്നവൻ കണ്ടു. മഞ്ഞ ചുരിദാർ ധരിച്ച, തലമുടി കാറ്റിൽ പറക്കുന്ന ഒരു രൂപം. മാധവ് എഴുന്നേറ്റു. അവന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. കാലുകൾക്ക് പഴയ ഫലം തിരിച്ചു കിട്ടുന്ന പോലെ അവന് തോന്നി. നിത്യ, അവൾ ചിരിച്ചു. 10 വർഷം മുമ്പ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ വെച്ച് അവനെ നോക്കി ചിരിച്ച അതേ ചിരി. രോഗത്തിന്റെ പാടുകളില്ലാത്ത തിളക്കമുള്ള കണ്ണുകളുള്ള തന്നെ നിത്യ. നമുക്ക് പോകാം മാധവ്, മഴ തുടങ്ങാൻ പോവാ. ഇനി നമുക്ക് നനയാനുള്ളതാ. അവൾ കൈ നീട്ടി. മാധവ് ആ കൈകളിൽ പിടിച്ചു. ആ സ്പർശനത്തിനൊരു തണുപ്പും ഉണ്ടായിരുന്നില്ല, മറിച്ച് ഒരു വലിയ ആശ്വാസമായിരുന്നു. അവൻ തന്റെ ക്യാമറ കടൽ ഭിത്തിയിൽ ഉപേക്ഷിച്ചു. ഇനി തനിക്ക് ചിത്രങ്ങൾ പകർത്തേണ്ട ആവശ്യമില്ല. താൻ തന്നെ ആ ചിത്രത്തിന്റെ ഭാഗമാവുകയാണ്. പിറ്റേന്ന് രാവിലെ മറൈൻ ഡ്രൈവിലെ കടൽ ഭിത്തിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ക്യാമറയും നിത്യയുടെ ഒരു ഫോട്ടോയും പോലീസ് കണ്ടെത്തി. പക്ഷേ മാധവിനെ ആരും പിന്നീട് കണ്ടില്ല. അവൻ ആ വലിയ നഗരത്തിലെ ആൾക്കൂട്ടത്തിൽ അലിഞ്ഞു പോയെന്നോ അതോ അവന്റെ നിത്യയോടൊപ്പം ആ മഴയിലേക്ക് നടന്നുപോയെന്നോ ആർക്കും അറിയില്ലായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം ഇന്നും മുംബൈയിൽ ആ കടൽ ഭിത്തിയിലിരിക്കുന്നവർ പറയും, നല്ല മഴയുള്ള രാത്രികളിൽ ഒരു ഫോട്ടോഗ്രാഫറും മഞ്ഞ ചുരിദാർ ധരിച്ച ഒരു പെൺകുട്ടിയും കൈകോർത്ത് ആ തീരത്തുകൂടി നടക്കാറുണ്ടെന്ന്. അവർ ഒരിക്കലും പിരിയാത്തവരാണെന്നും അവരുടെ പ്രണയം ഇപ്പോൾ പാതി വഴിയിലല്ലെന്നും ആ നഗരം സാക്ഷ്യം പറയുന്നു. മരണം കൊണ്ട് അവസാനിക്കാത്ത ഒന്നാണ് പ്രണയം. മാധവും നിത്യയും ഭൂമിയിൽ തോറ്റുപോയെങ്കിലും അവർ സൃഷ്ടിച്ച ആ സ്നേഹം മുംബൈയുടെ വായുവിൽ ഇന്നും അലിഞ്ഞു കിടക്കുന്നുണ്ട്. ചില പ്രണയങ്ങൾ അങ്ങനെയാണ്. അത് പൂർത്തിയാക്കാൻ ഈ ഭൂമിയിൽ ആയുസ് തികയാതെ വരും. അത്തരം പ്രണയങ്ങൾ നക്ഷത്രങ്ങളായി മാറി ആകാശത്ത് ബാക്കിയുണ്ടാവും. മുംബൈയിലെ തിരമാലകൾ ഇരുമ്പുന്നിടത്തോളം കാലം മാധവിന്റെ ക്യാമറ കണ്ണുകളും നിത്യയുടെ കവിതാവരികളും ആ തീരത്ത് അലയടിച്ചുകൊണ്ടിരിക്കും.